നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ പെൺകുട്ടിയെ സംബന്ധിച്ചും കുറച്ച് ദുരൂഹതകളുണ്ട്. കുഞ്ഞേച്ചിയുടെ ഏറ്റവും വലിയ ശത്രുവായും അവൾക്ക് അടുത്ത ബന്ധമുണ്ട്. സുസ്മിത ഇപ്പൊ ജയിലില്ല. അവളുടെ ആത്മാർത്ഥ സുഹൃത്തെന്ന് പറയാം, മധുശ്രീ. നമുക്ക് സമയം കളയാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. പോവാമേ. നീ അങ്ങോട്ടാടാ വയ്യാത്ത കാലം കൊണ്ട്? അല്ല, ഞാനും കൂടി ഹോസ്പിറ്റലിൽ പോകാന്ന് വെച്ചിട്ടാ. വേണ്ടടാ, രോഹിത് ഉണ്ടല്ലോ, റെസ്റ്റ് എടുക്കാനല്ല ഡോക്ടർ എന്നോട് പറഞ്ഞേക്കുന്നേ. അവക്ക് എന്താടാ പറ്റിയേ? സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോ തല ചുറ്റിയിട്ടുണ്ടാവും. ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോൾ ആൾക്ക് ചെറിയൊരു മയക്കം ഉണ്ടാകും. നാഡീവ്യൂഹത്തെ വിഷം ബാധിക്കുന്നത് കൊണ്ട് അത് നിലവിട്ടുള്ള ഉറക്കത്തിലേക്ക് പോകും. ആ ഉറക്കത്തിനിടെ ആളുപോലും അറിയാതെ ഹൃദയം പണി മുടക്കും. ഈശ്വര, മോളെ ശ്യാമേ, ശ്യാമേ, മോളെ മോളെ, ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. രോഹിത്, ഒന്ന് വേഗം പോടാ. മോളെ ശ്യാമേ, അയ്യോ മോളെ ശ്യാമേ. അയ്യോ, എന്തു പറ്റി കുഞ്ഞ്? മുടന്തിയാണല്ലോ നടക്കുന്നത്. ആ, വെറുതെ ഒന്ന് മുടന്തി നടന്ന എങ്ങനെ ഇരിക്കും നോക്കിയതാ. അയ്യോ, കാലിലെത്താ ബാൻഡേജ് ഒക്കെ ആയിട്ട്. ഒരു രസത്തിന് കെട്ടിയതാ. എന്റെ പിള്ളച്ചേട്ട ഒന്ന് അകത്തേക്ക് പോവോ? വിശേഷമൊക്കെ അകത്തുള്ളവർ പറഞ്ഞുതരും. ചേടാ, ഇതെന്താ കുഞ്ഞ് ഇങ്ങനെയൊക്കെ? ഞാൻ കാര്യം അറിയാൻ. പിള്ളച്ചേട്ടാ പ്ലീസ്. ഡോക്ടർ, എനിക്ക് എന്താ പറ്റിയേ? തലചുറ്റലുണ്ടായി സ്റ്റേറിന്ന് താഴെ വീണു. നെറ്റിക്ക് ചെറിയ പൊട്ടലുണ്ട്. ഡോക്ടർ, എനിക്കൊന്ന് എഴുന്നേറ്റിരിക്കാമോ? അതിനെന്താ? സ്കാനിംഗ് റിപ്പോർട്ടിൽ കാര്യമായ കുഴപ്പമൊന്നുമില്ല, മൈനർ ഇഞ്ചുറിയേ ഉള്ളൂ. ഒരല്പസമയം പുറത്തേക്കോ? ശരി ഡോക്ടർ.
എന്തിനാ കുട്ടി നീ ഇത് ചെയ്തത്? എന്ത്? വെറുതെ തലചുറ്റി വീണതല്ല നീ സ്റ്റേറിന്ന്. നിന്റെ ഉള്ളിൽ മാരകമായ വിഷമുണ്ടായിരുന്നു. വിഷോ? അതെ, നീ സ്വയം കഴിച്ചതല്ലെന്നാണോ നീ പറയുന്നേ? ഡോക്ടർ, ഞാൻ വിഷമൊന്നും കഴിച്ചിട്ടില്ല. ആന്റിഡോസ് കുത്തിവെച്ചോണ്ടാ നീ ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നത്. നീ സ്വയം കഴിച്ചതല്ലെങ്കിൽ മറ്റാരോ ഭക്ഷണത്തിൽ ചേർത്ത് നിനക്ക് വിഷം തന്നു. മറ്റാരും കഴിക്കാത്ത എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് കഴിച്ചോ നീ? ഡോക്ടർ, ഇന്ന് വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമായിരുന്നു. അതും കുട്ടികളുടെ ബർത്ത്ഡേ. കുട്ടികളുടെ ബർത്ത്ഡേ എന്ന് വെച്ചാ? ഡോക്ടർ ഉദ്ദേശിച്ചത് തന്നെ. എന്റെയും കുഞ്ഞീച്ചയുടെയും കുട്ടികള്. രണ്ടാളുടെയും ബർത്ത്ഡേ ഒരേ ദിവസമാണല്ലോ. കുഞ്ഞീച്ചി അടക്കം എല്ലാരും ഉണ്ടായിരുന്നു വീട്ടില്. അപ്പൊ കാര്യങ്ങളെല്ലാം ശുഭമായി പര്യവസാനിച്ചു അല്ലേ? വിഷ്ണു ശാലിനിയും ഒന്നിച്ച് ജീവിതം തുടങ്ങി. അങ്ങനെയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇതിപ്പോ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചിരിക്കുന്നത്. പിന്നെ വിഷ്ണുവേട്ടൻ വേറെ വിവാഹം കഴിച്ചു. വിഷ്ണു വേറെ വിവാഹം കഴിച്ചെന്നോ? അതെ. പരസ്പരം പ്രാണനായിരുന്നല്ലോ രണ്ടുപേർക്കും. പിന്നെന്താ സംഭവിച്ചത്? അന്നത്തെ ആ സംഭവം തന്നെയാ എല്ലാത്തിനും കാരണം. കുട്ടികൾ? അതെ. ലോകത്തിന് മുൻപിൽ പപ്പി എന്റെയും രോഹിത്തിന്റെയും മോളാ. പക്ഷെ രണ്ടാമത്തെ കുഞ്ഞ് സത്യയെപ്പറ്റി അറിയാമായിരുന്നില്ല വിഷ്ണുവേട്ടനോ സത്യാമ്മയ്ക്കോ. സത്യയുടെ ജനന തീയതിയോ മറ്റോ പറഞ്ഞ പപ്പിയെ പറ്റിയുള്ള രഹസ്യം വെളിപ്പെടുമെന്ന് കരുതിയ അക്കാര്യം മറച്ചു വെച്ചത് തന്നെ. ഇപ്പൊ സത്യമ്മ കരുതിയിരിക്കുന്നത് സത്യം മറ്റാരിലോ കുഞ്ഞേച്ചിക്ക് ജനിച്ച കുഞ്ഞാണെന്നാ. അപ്പോ നിനക്കൊരു ജീവിതം ഉണ്ടായപ്പോ ശാലിനിക്ക് സ്വന്തം ജീവിതം ബലി കഴിക്കേണ്ടി വന്നു അല്ലേ? അതെ, സത്യത്തിൽ അത് തന്നെയാ സംഭവിച്ചത്. സത്യാമ്മയ്ക്ക് ശാലിനിയെ ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞത്? വിഷ്ണു വേറെ വിവാഹം കഴിക്കുകയും ചെയ്തു. പിന്നെ രണ്ട് കുട്ടികളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ എങ്ങനെ ഒരുമിച്ച് നിങ്ങളുടെ വീട്ടിൽ വെച്ച് നടത്തി? വിഷ്ണുവേട്ടന്റെ വിവാഹം കഴിഞ്ഞെന്ന് പറയുന്നെങ്കിലും അതിൽ കുറച്ച് ദുരൂഹത ഉണ്ട് ഡോക്ടർ. അങ്ങനെ ഒരു വിവാഹം നടന്നു എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. എന്തൊക്കെയാ കുട്ടി നീ പറയുന്നത്? അങ്ങനെ വെറുതെ ഒരു പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കൂ, അതും വിഷ്ണുവിനെ പോലെ ഒരാള്? അത് കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഡോക്ടർ. ആ പെൺകുട്ടിയെ സംബന്ധിച്ചും കുറച്ച് ദുരൂഹതകളുണ്ട്. കുഞ്ഞേച്ചിയുടെ ഏറ്റവും വലിയ ശത്രുവായും അവൾക്ക് അടുത്ത ബന്ധമുണ്ട്. സുസ്മിത ഇപ്പൊ ജയിലില്ല. അവളുടെ ആത്മാർത്ഥ സുഹൃത്തെന്ന് പറയാം, മധുശ്രീ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.